പരുന്തുംപാറയിലെ അനധികൃത കയ്യേറ്റങ്ങളും നിർമ്മാണ പ്രവൃത്തികളും സംബന്ധിച്ച മാതൃഭൂമി ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെ ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടൽ വന്നിരിക്കുന്നു. മൂന്നാറിൽ എന്താണോ നിർമ്മാണ നിയന്ത്രണമായി വന്നിരിക്കുന്നത് അതാണ് ഇനി പരുന്തുംപാറയിലും ഉണ്ടാകുക. അതായത് റവന്യൂവിന്റെ മുൻകൂർ അനുമതി വാങ്ങാതെ ഒരു നിർമ്മാണവും ഇനി ഇവിടെ സാധ്യമല്ല. ഭൂമിരേഖകൾ റവന്യൂ വകുപ്പിന് മുന്നിൽ ഹാജരാക്കണം. അത് പരിശോധിച്ച് ശരിയായ ഭൂമിരേഖകളാണെങ്കിൽ മാത്രമായിരിക്കും റവന്യൂ വകുപ്പ് ഇനി ഇവിടെ നിർമ്മാണങ്ങൾക്ക് അനുമതി നൽകുക. അത് ലംഘിച്ചാൽ ശക്തമായ നടപടികളായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത്. പരുന്തുംപാറ SIT റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച ഹൈക്കോടതി ഉയർത്തിയ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇതായിരുന്നു. പീരുമേട്, മഞ്ചുമല വില്ലേജുകളിൽ ഇത്രയധികം ബഹുനില കെട്ടിടങ്ങൾ എങ്ങനെ അനുവദിച്ചു? പഞ്ചായത്തിന്റെ ബിൽഡിംഗ് പെർമിറ്റോടെയാണോ ഈ കെട്ടിടങ്ങളൊക്കെ പടുത്തുയർത്തിയത്? എന്തുകൊണ്ട് റവന്യൂ വകുപ്പ് ഇവ തടഞ്ഞില്ല? സജിത് ജോസഫിന്റെ വലിയ കെട്ടിട നിർമ്മാണവും കുളവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർക്കാരിനെ കോടതി വിമർശിച്ചു. ഇവിടെ കുരിശ് സ്ഥാപിച്ചത് പ്രത്യേക ലക്ഷ്യത്തോടെയാണ്. ഇതിന് സജിത് ജോസഫിനെതിരെ നിരോധനാജ്ഞ ലംഘിച്ചതിന് മാത്രം കേസെടുത്തത് എന്തുകൊണ്ടാണെന്നും ഹൈക്കോടതി ചോദിച്ചു. മറ്റു കുറ്റകൃത്യങ്ങൾ ഈ കേസിൽ ബാധകമാകില്ലെന്നും സർക്കാരിനോട് കോടതി ആരാഞ്ഞു. പരുന്തുംപാറയിൽ ഇതുവരെ നടന്നു വന്നിരുന്നത് പേരിനൊരു സ്റ്റോപ്പ് മെമ്മോ നൽകി റവന്യൂ ഉദ്യോഗസ്ഥർ മടങ്ങും. കെട്ടിട നിർമ്മാണം അവിടെ പഴയതുപോലെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി ഇന്ന് മറ്റൊരു നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത്. പരുന്തുംപാറ ഭാഗത്തേക്ക് ഇനി നിർമ്മാണ സാമഗ്രികളുമായി ഒരു ചരക്ക് വാഹനങ്ങളും കയറ്റിവിടാൻ പാടില്ല. അത് റവന്യൂവും പോലീസും ഉറപ്പുവരുത്തണം. ഇനി ആ ഉത്തരവ് ലംഘിച്ചാൽ മറുപടി പറയേണ്ടി വരിക ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയുമായിരിക്കും. പരുന്തുംപാറയിലെ സർക്കാർ ഭൂമി സംരക്ഷിക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ ഹൈക്കോടതി തുടങ്ങിവച്ചിരിക്കുന്നത്. പരുന്തുംപാറയിൽ സർക്കാർ ഭൂമി കൈവശപ്പെടുത്തിയ മുഴുവൻ ആളുകളെയും കണ്ടെത്താനാണ് ഹൈക്കോടതിയുടെ ശ്രമം. കയ്യേറ്റക്കാരുടെ പൂർണ്ണമായ പട്ടികയാണ് മറ്റന്നാൾ റവന്യൂ വകുപ്പിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കയ്യേറ്റക്കാരെ കൂടി കക്ഷി ചേർത്തുകൊണ്ടായിരിക്കും കേസിലെ തുടർ നടപടികൾ മുന്നോട്ടു പോകുക. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം പരുന്തുംപാറയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്.